എൻ്റെ പേര് റിയാസ് എന്നാണ്. ഞാൻ ഒരു 3 വർഷം മുമ്പ് നിങ്ങളിത് ഇരിക്കുന്ന പോലെ ഡോപ്പയിലെ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ചാണ്. ഇപ്പം മെഡിക്കൽ കോളേജ് കോഴിക്കോട് 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ് MBBS. ഇപ്പോൾ ഞാൻ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം മുമ്പ് എഴുതിയ അല്ലെങ്കിൽ ആ ഒരു എക്സാം നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ എഴുതാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളൊക്കെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവും. പഠിച്ചിട്ടുണ്ടാവും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, എന്തൊക്കെയോ അറിയാം, പക്ഷെ സ്റ്റിൽ ഒന്നും അങ്ങോട്ട് എന്തല്ല കംപ്ലീറ്റ് അല്ല. എക്സാം എഴുതാൻ പറ്റുമോ, എക്സാം എന്താ പറയുക നമ്മൾ വിചാരിച്ച അത്ര അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് കൺസേൺസും കാര്യങ്ങളും ഓരോരുത്തരുടെ മൈൻഡിലും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും ഉണ്ടാവണം. മനസ്സിലായോ? കേരള റാങ്ക് 1 കിട്ടിയ ഒരു കുട്ടിനോട് നിങ്ങൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടിയ ഒരു കുട്ടിനോട് ചോദിച്ചാലും അവർ 2 ദിവസം മുമ്പത്തെ അവസ്ഥ എന്താണ് ഇപ്പോൾ നിങ്ങൾക്കുള്ള അതേ അവസ്ഥയാണ്. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ എക്സാമിന് പോകുമ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ നോക്കണേക്കാൾ കൂടുതൽ നമ്മളെ മൈൻഡ് ഓക്കെ ആണെന്ന് വെച്ചിട്ട് പോകണതാണ്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. മനസ്സിലായില്ലേ? എന്നെക്കൊണ്ട് എഴുതാൻ പറ്റുന്ന എക്സാമാണ് നീറ്റ് എന്നുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസിൽ വേണം പോകാൻ. ഈ എക്സാമിൻ്റെ അന്ന് എന്തായാലും നമുക്ക് ടെൻഷൻ ഉണ്ടാവും, നമ്മൾ പഠിച്ചത് ശരിയായിട്ടുണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ കൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറേ ടെൻഷൻസ് ഉണ്ട്. അത് ആവശ്യമില്ലാതെ ആ ടെൻഷൻസിനും കൂടി നമ്മൾ വെൽക്കം ചെയ്യരുത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാൾ ടിക്കറ്റ് കിട്ടി, എവിടെയാണ് സ്കൂൾ വരുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏത് സ്കൂളിലാണ് എക്സാം ഹാൾ വരുന്നതെന്ന്. എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് അറിയുന്ന സ്കൂളൊന്നും ആവില്ല കിട്ടുക, കുറച്ച് ദൂരെയുള്ള സ്കൂൾസൊക്കെ കിട്ടിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതെവിടെയാണ് എക്സാം സെൻറ്റർ വരുന്നത്, അങ്ങോട്ട് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ തലേന്നെങ്കിലും ഉറപ്പിച്ച് വെക്കുക. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതിയ നീറ്റാണ് 22 ഞാൻ അഡ്മിഷൻ കിട്ടിയ നീറ്റ്. അതിന് മുമ്പ് +2 കൂടെ ഞാൻ നീറ്റ് എക്സാം എഴുതിയത്. ആ സമയത്ത് ഇതേപോലെ എനിക്ക് കിട്ടിയൊരു സ്കൂള്, ഒരേ പേരുള്ള 2 സ്കൂളുണ്ടായിരുന്നു ഒരേ സ്ഥലത്ത്. ഒരു നവഭാരത് സ്കൂൾ അറിയാമായിരിക്കെങ്കിലും, കൊണ്ടോട്ടിയിലുള്ള അവിടെ വെച്ചിട്ടാണ് എക്സാം എഴുതിയത്. അത് നവഭാരത് സെൻട്രൽ സ്കൂളാണെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ നവഭാരത് പബ്ലിക് സ്കൂൾ വേറെ ഉണ്ട്, ഏകദേശം അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞാൻ മാറിയിട്ട് മറ്റേ സ്കൂളിൽ പോയി, അവിടെ ആരുമില്ല. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് മറ്റേ സ്കൂളിൽ പോയത്, ശരിക്കും എക്സാം എഴുതാനുള്ള സ്കൂൾ. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നീറ്റിന് ഇപ്പോൾ നിങ്ങളെ പോലെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊരു സ്റ്റുഡൻറ്റ് അങ്ങനെ ഒരു സ്കൂൾ മാറി ചെന്നാൽ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ നിങ്ങൾ ആലോചിച്ചാൽ മതി. അന്നത്തെ എക്സാം പോകും നമ്മളെ കയ്യിൽ നിന്ന്, ഇല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് ഡ്രസ് കോഡ്. ഇപ്പോൾ ഡ്രസ് കോഡിൻ്റെ കാര്യം പല ആൾക്കാർക്കും പല ഡൗട്ടും ഉണ്ടാവും. പ്രിൻ്റുള്ള ഡ്രസ്സ് ഇടാൻ പറ്റുമോ? ഡൗട്ടാണ്. പ്രിൻ്റുള്ളത് ഒഴിവാക്കുക, അത് ഇടണ്ട. ഡാർക്ക് കളർ ഇടാൻ പറ്റുമോ? ഡൗട്ടാണ്. ഡാർക്ക് കളർ ഇടണ്ട. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏറ്റവും സേഫായിട്ട് പോവുക, സേഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ആവശ്യമില്ലാത്ത ടെൻഷൻസൊക്കെ ഒഴിവാക്കുക. ഓക്കെ. പിന്നെ സ്റ്റഡീസിൻ്റെ കാര്യത്തേക്ക് വരികയാണെങ്കിൽ, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇനി ഇപ്പോൾ ഈ ഒരു മൊമെൻ്റ് മുതൽ എക്സാമിൻ്റെ മുമ്പായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഒരു വട്ടെങ്കിലും ഒന്ന് ഓടിച്ച് പോകാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും തീരെ പഠിക്കാത്ത ഭാഗം ഇനി തൊട്ട് നോക്കരുത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, അതിനൊന്നും മിസ്സായിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് എല്ലാ സാധനങ്ങളും റിവൈസ് ചെയ്യുക. എസ്പെഷ്യലി ബയോളജി എല്ലാ ചാപ്റ്ററും വായിക്കാം. പിന്നെ പറയാനുള്ളത്, അന്ന് എക്സാം ഹാളിൽ നിന്നുള്ള സംഭവങ്ങളാണ്. കുറേ ആൾക്കാരുണ്ടാവും എക്സാം എഴുതാൻ, ആരും നമുക്ക് അറിയാത്ത ആൾക്കാരുണ്ടാവും. നമ്മൾ നമ്മളെ കാര്യം നോക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എത്രത്തോളം മാർക്ക് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുമോ അത്രയും മാർക്ക് ഞാൻ വാങ്ങിച്ചെടുക്കുന്ന ഒരു കോൺഫിഡൻസിൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ OMR ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. പിന്നെ എക്സാം ദിവസത്തിൻ്റെ ടൈം, ഇപ്പോൾ ചില ആൾക്കാർക്ക് ഹാൾ ടിക്കറ്റിൽ 11 മണി 12 മണിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അല്ലേ? ആ സമയമാകുമ്പോഴത്തേക്ക് സ്കൂളിലേക്ക് എത്താൻ ശ്രമിക്കുക. അപ്പോൾ എക്സാം ഹാളിലേക്ക് എത്ര കോൺഫിഡൻസോടെ പോകാൻ പറ്റുമോ അത്രയും കോൺഫിഡൻസോടെ പോവുക. ഇനിയുള്ള സമയത്ത് മാക്സിമം എത്രത്തോളം ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും റിവൈസ് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് എനിക്ക് എക്സാമിന് വാങ്ങിക്കാൻ പറ്റും എന്നുള്ള തോട്ട് മാത്രമേ ഇനി വരാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നെഗറ്റീവ് തോട്ട്സ് എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുമോ അത്ര ഒഴിവാക്കുക. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എക്സാം എഴുതുക. CMC വരണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല, നിങ്ങൾ എയിംസ് പോകണമെന്ന് ഞാൻ പറയുള്ളൂ. അല്ല അവിടെ കിട്ടിയില്ലെങ്കിൽ CMC വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ CMC വരാൻ പറ്റട്ടെ. അവിടെ ജൂനിയേഴ്സായിട്ട് നിങ്ങളൊക്കെ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഡോപ്പയിലെ റെസിഡൻഷ്യൽ ബാച്ചിലെ സ്റ്റുഡൻസിനെ കണ്ട് ഇറങ്ങിയതാണ്. അവരെല്ലാവരും ഇവരുടെ ഒരു ഇൻറ്റൻസ് പ്രിപ്പറേഷന് ശേഷം നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഡോപ്പയിലെ ഡയറക്ടേഴ്സും മറ്റു എക്സ്പെർട്ട് ഫാക്കൽറ്റീസൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള വീക്ക്ലി പ്ലാനൊക്കെ അനുസരിച്ച് ഓരോ ചാപ്റ്ററും പഠിച്ച് അവരിപ്പോൾ നീറ്റ് എക്സാമിൻ്റെ
അടുത്തെത്തിയിരിക്കുകയാണ്. അവർ ഓരോ ചാപ്റ്ററിനും വീഡിയോ ക്ലാസ്സസ് കണ്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫാക്കൽറ്റീസ് വന്നെടുക്കുന്ന ലൈവ് സെഷൻസ് കണ്ടിട്ടുണ്ട്. ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ നടത്തുന്ന പോസ്റ്റ് ചാപ്റ്റർ ടെസ്റ്റും വീക്കിലി എക്സാംസും അതുപോലെ തന്നെ മന്ത്ലി ആയിട്ട് നമ്മൾ റിവിഷൻ രീതിയിൽ കൊടുക്കുന്ന ഗ്രാൻഡ് എക്സാംസ് ഒക്കെ എഴുതി ഇപ്പോൾ ഒരു ഇന്റൻസ് റിവിഷൻ ഫേസും കഴിഞ്ഞ് കുറേ നീറ്റ് മോഡൽ എക്സാംസ് എഴുതി നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. മുമ്പ് നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ അവരുടെ എല്ലാവരുടെയും ഫേസസ് കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അവരെല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഈ വർഷത്തെ നീറ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.